أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم خاتم الأنبياء ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ദീർഘദർശന പ്രകാരം ഈ കാലഘട്ടത്തിൽ മനുഷ്യരാശിയുടെ വിശിഷ്യ മുസ്ലിം സമൂഹത്തിൻ്റെ സമഗ്രമായ സമുദ്ധാരണത്തിനായി അള്ളാഹുവിനാൽ നിയോഗിക്കപ്പെട്ട വാഗ്ദത്ത മഹ്ദി മസീഹാണ് ഹസ്രത്ത് മിർസ ഗുലാം അഹമ്മദ് അലിഹിസലാം. ആ മഹാത്മാവ് ദൈവിക കൽപ്പന പ്രകാരം ആരംഭിച്ച ഇസ്ലാമിക പുനരുജ്ജീവന പ്രക്രിയയാണ് അഹ്മദിയ മുസ്ലിം ജമാഅത്ത്. വിവിധ പ്രത്യയ ശാസ്ത്രങ്ങൾക്കും മതങ്ങൾക്കും മേൽ ഇസ്ലാമിൻ്റെ വൈജയന്തി ഉയർത്തിയ ഹസ്രത്ത് അഹ്മദ് അലിഹിസ്ലാമിൻ്റെ വിയോഗത്തെ തുടർന്ന് വിശുദ്ധ ഖുർആൻ്റെ വാഗ്ദാനവും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനവും അനുസരിച്ച് സ്ഥാപിതമായ ഖിലാഫത്ത് വ്യവസ്ഥിതിയുടെ കീഴിൽ അഹ്മദിയ മുസ്ലിം ജമാഅത്ത് ഇന്ന് 195 രാജ്യങ്ങളിൽ കർമ്മനിരതമാണ്. ഇപ്പോഴത്തെ ആഗോള ഖലീഫ ഹസ്രത്ത് മിർസ മസ്റൂർ അഹമ്മദ് സാഹിബ് അയ്യദല്ലാഹു തആല ബിനസ്റിൽ അസീസാണ്. അഹ്മദിയ മുസ്ലിം ജമാഅത്തിൻ്റെ ആശയാദർശങ്ങളുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളാണ് ഞങ്ങളിവിടെ ചർച്ച ചെയ്യുന്നത്. ഈ സിഡിയിലൂടെ അവതരിപ്പിക്കുന്ന വിഷയം ദജ്ജാൽ അഥവാ പ്രവാചക വൈരി. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അമ്മാ ബഅദ് ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കുറച്ചുകാലം മുമ്പ് വരെ മുസ്ലിങ്ങളെ ഉപദേശിക്കുന്നതിനും അവരെ ബോധവൽക്കരിക്കുന്നതിനും വേണ്ടി മുസ്ലിം സംഘടനകൾ സംഘടിപ്പിച്ചിരുന്ന വഅ്ള് പരമ്പരകളിൽ അല്ലെങ്കിൽ വഅ്ള് വേദികളിൽ സജീവമായ ചർച്ചയ്ക്ക് വിധേയമായിട്ടുള്ള ചില വിഷയങ്ങളുണ്ടായിരുന്നു. ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ ആഗമനം, ഇമാം മഹദിയുടെ ആവിർഭാവം, ദജ്ജാലിൻ്റെ പുറപ്പാട്, ദാബത്തുൽ അർളിൻ്റെ പുറപ്പാട്, യഅജൂജ് മഅജൂജിൻ്റെ പുറപ്പാട് തുടങ്ങിയ വിഷയങ്ങളൊക്കെ അതിൽ പ്രതിപാദിക്കപ്പെട്ടിരുന്നു. പക്ഷേ ഈ അടുത്ത കാലങ്ങളിൽ അത്തരം പരാമർശങ്ങൾ വഅ്ളിൻ്റെ വേദികളിൽ കേൾക്കാറില്ല. അതിന് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞ കൂട്ടരുടെ എല്ലാം ആഗമനത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് 14-ാം നൂറ്റാണ്ടിൻ്റെ തലയ്ക്കൽ ഇമാം മഹദി ആവിർഭവിക്കുന്നതോടുകൂടി ആയിരിക്കുമെന്നാണ്. അതിൽ ദജ്ജാലിൻ്റെ പുറപ്പാട് വളരെ ഗൗരവതരമായിട്ടുള്ള ഒരു വിഷയമാണ്. ഇന്നത്തെ ഈ ചർച്ചയിൽ ഞങ്ങൾ ആ വിഷയമാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദജ്ജാലിനെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മുസ്ലിങ്ങളോട് താക്കീത് ചെയ്തു പറഞ്ഞിട്ടുണ്ട്. ദജ്ജാലിൻ്റെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി സൂറത്തുൽ കഹ്ഫിൻ്റെ ആദ്യത്തെ 10 വചനങ്ങൾ പാരായണം ചെയ്യാനും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സാധാരണ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ സുബഹി നമസ്കാരത്തിൽ സൂറ കഹ്ഫിൻ്റെ പാരായണം തുടർച്ചയായിട്ട് മുസ്ലിങ്ങൾ നടത്തി വരാറുമുണ്ട്. ഇതിൽ നിന്നെല്ലാം നമുക്ക് ദജ്ജാലിൻ്റെ ഫിത്ന
എത്രമാത്രം ഭയാനകമാണ് എന്ന് മനസ്സിലാക്കാം. അപ്പം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഒരിക്കലും കളവാവുകയില്ല. ഇപ്പോൾ ദജ്ജാൽ പുറപ്പെട്ടിട്ടുണ്ടോ, ദജ്ജാലിനെ സംബന്ധിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ച് ഞാൻ മൗലവി സുൽത്താൻ അഹമ്മദ് സാഹിബിനോട് ചില കാര്യങ്ങൾ ചോദിക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല, ഇതിനു മുമ്പ് വന്ന പ്രവാചകന്മാരും ഈ ഫിത്നയെ സംബന്ധിച്ച്, ദജ്ജാലിൻ്റെ കുഴപ്പത്തെ സംബന്ധിച്ച് പ്രതിപാദിച്ചിട്ടുള്ളതായി നമുക്ക് കാണാൻ കഴിയുന്നു. അതിനെ സംബന്ധിച്ച് അങ്ങ് അല്പം വിശദീകരിക്കുന്നത് നമ്മുടെ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഉപകാരം ചെയ്യുന്നതായിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹസ്രത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി തൻ്റെ ഉമ്മത്തിനെ ദജ്ജാൽ എന്ന ഒരു സത്വത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ദജ്ജാലിൻ്റെ ഒരു ഫിത്നയെക്കുറിച്ച് വളരെ താക്കീത് ചെയ്തുകൊണ്ട് പറയുകയുണ്ടായി. അതോടൊപ്പം തന്നെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയുകയുണ്ടായി, ഈ താക്കീത് ഞാൻ മാത്രമല്ല ചെയ്യുന്നത്, എനിക്ക് മുമ്പ് വന്ന എല്ലാ പ്രവാചകന്മാരും തന്നെ ഈ ഒരു ഫിത്നയെക്കുറിച്ച് കൊണ്ട് താക്കീത് ചെയ്തിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മാമിൻ നബിയിൻ ഇല്ലാ ഖദ് അൻസറ ഉമ്മതഹു അൽ അവറിൽ കദ്ദാബ് അലാ ഇന്നഹു അൽ അവർ വ ഇന്ന റബ്ബക്കും ലൈസ ബി അവർ. ഒറ്റക്കണ്ണനായ ഒരു പെരും നുണയനെപ്പറ്റി തൻ്റെ ജനത്തോട് ഭയപ്പെടുത്തി പറഞ്ഞിട്ടില്ലാത്ത ഒരു പ്രവാചകനും കടന്നു കഴിഞ്ഞിട്ടില്ല. അല്ലയോ മുസ്ലിങ്ങളെ, നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, അവൻ ഒറ്റക്കണ്ണനായിരിക്കും, എന്നാൽ നിങ്ങളുടെ റബ്ബ് ഒറ്റക്കണ്ണനല്ല. അതായത് ഒറ്റക്കണ്ണനായ ഒരു ദജ്ജാലിനെ കുറിച്ച് കൊണ്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി വളരെ വ്യക്തമായ നിലയിൽ തൻ്റെ ഉമ്മത്തിനെ ഉപദേശിച്ചിരിക്കുന്നു, ഭയപ്പെടുത്തിയിരിക്കുന്നു. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു താക്കീത്, ഈ ദജ്ജാലിൻ്റെ ഷർറിനെക്കുറിച്ച്, അവനിൽ നിന്നുണ്ടാകുന്ന ഈ കുഴപ്പത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സമുദായത്തെ താക്കീത് ചെയ്തുകൊണ്ട് മറ്റൊരു ഹദീസിൽ ഇപ്രകാരം പറയുന്നത്, മാ ബൈന ഖൽഖി ആദമ ഇലാ ഖിയാമിസ്സാഅത്തി അമ്രുൻ അക്ബറു മിനദ് ദജ്ജാലി. ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചത് മുതൽ ഖിയാമന്നാൾ വരെയും ദജ്ജാലിനേക്കാൾ ഭയാനകമായ ഫിത്ന, കുഴപ്പമുണ്ടാക്കുന്ന ഒരു കാര്യം ഞാൻ വേറെ കാണുന്നില്ല. അത്രയും വലിയ കുഴപ്പമാണ്, ഭയാനകമായ ഫിത്നയാണ് ദജ്ജാലിൻ്റെ ഭാഗത്തിൽ നിന്നുണ്ടാകുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നുകൂടി തൻ്റെ ഉമ്മത്തിന് താക്കീത് ചെയ്യുകയുണ്ടായി. അപ്പോൾ ഈ ദജ്ജാലിനെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ ദജ്ജാലിനെ തിരിച്ചറിയുന്നതിനുള്ള ചില അടയാളങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടാവണം. എങ്കിലല്ലേ നമുക്ക് ആ ഭയാനകമായ സത്വത്തെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതൊരു കൗമാണോ, അല്ലെങ്കിൽ ഒരു സമൂഹമാണോ, അല്ലെങ്കിൽ ഒരു വ്യക്തിയാണോ എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ച ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഈ ദജ്ജാലിൻ്റെ അടയാളങ്ങൾ അത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെയാണ് പറഞ്ഞത് എന്നതിനെ സംബന്ധിച്ച് ഒരല്പം അധികം വിശദീകരണമില്ലാത്ത നിലയിൽ ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുത്താൽ അത് നന്നായിരിക്കും. മുമ്പുള്ള പ്രാസംഗ്യന്മാർ, നമ്മുടെ പൂർവ്വകാല പണ്ഡിതന്മാരൊക്കെ അവരുടെ വയലുകളിൽ ദജ്ജാലിൻ്റെ അടയാളങ്ങളെക്കുറിച്ച് പരാമർശിക്കാറുണ്ടായിരുന്നു, പറയാറുണ്ടായിരുന്നു. ഇന്ന് മുസ്ലിങ്ങളാകെ അത് മറന്നിരിക്കുകയാണ്. എന്നാൽ ഹദീസുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദജ്ജാലിൻ്റെ അടയാളങ്ങളായി ഒരുപാട് കാര്യങ്ങൾ എണ്ണി പറഞ്ഞിട്ടുണ്ട്, എടുത്തു പറഞ്ഞിട്ടുണ്ട്. അത് ഹദീസുകളിൻ്റെ ചില ഭാഗങ്ങളിൽ നിന്ന്, അതായത് ദജ്ജാലിൻ്റെ അടയാളങ്ങൾ മാത്രം ഞാൻ ഇവിടെ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ഹദീസുകൾ കൂടുതലായി വിശദീകരിക്കേണ്ട ഉള്ള സമയമില്ലാത്തതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദജ്ജാലിൻ്റെ ഒരു അടയാളം പറഞ്ഞത്, വൈന്ന ദജ്ജാല അളവറുൽ ഐനിൽ യുംന, തീർച്ചയായും ദജ്ജാല് അവൻ്റെ വലതേ കണ്ണ് കുരുടുള്ളതായിരിക്കും, വലതേ കണ്ണിന് കാഴ്ചയുണ്ടാവുകയില്ല. മറ്റൊരടയാളം പറഞ്ഞത്, മക്തൂബും ബൈന ഐനൈഹി കഫറ യഖറഉ കുല്ലു മുഅ്മിനിൻ കാതിബിൻ വഗൈറു കാതിബിൻ. ദജ്ജാലിൻ്റെ രണ്ട് കണ്ണുകൾക്കിടയിൽ, രണ്ട് കണ്ണിൻ്റെ ഇടയിലായിക്കൊണ്ട് കഫറ എന്ന് എഴുതിയിട്ടുണ്ടാവും.
അത് എല്ലാ മുഅ്മിനും, എഴുത്തറിയുന്നവനാവട്ടെ എഴുത്തറിയാത്തവനാവട്ടെ, എല്ലാ മുഅ്മിനും ആ കഫറ എന്ന് എഴുതിയത് വായിക്കും എന്നുള്ളതാണ്. അതേപോലെ തന്നെ വേറൊരു അടയാളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദജ്ജാലിൻ്റെ പറഞ്ഞത്, വഇന്നഹു യജീഉ മാഹു ബിമിഥിൽ ജന്നത്തി വന്നാരി ഫല്ലത്തി യഖൂലു ഇന്നഹാ ജന്നത്തുൻ ഹിയന്നാറു. ദജ്ജാലിൻ്റെ കൂടെ സ്വർഗ സമാനമായിട്ടുള്ള കാര്യമുണ്ടാവും. സ്വർഗത്തെയാണ് അവൻ കൊണ്ടുവരിക, അതുപോലെ തന്നെ അവൻ്റെ കയ്യിൽ നരകവും ഉണ്ടാവും. എന്നാൽ അവൻ ഏതൊന്നിനെ സ്വർഗമെന്ന് പറയുന്നു, ഹിയന്നാർ, അത് നരകമായിരിക്കും. അതുപോലെ തന്നെ അവൻ ഏതൊന്ന് നരകമെന്ന് പറയുന്നുവോ അത് സ്വർഗവുമായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ദജ്ജാലിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് മറ്റൊരു കാര്യം പറയുന്നത്, വയഅ്മുറു സമാഅ ഫതംതിറു. ദജ്ജാല് ആകാശത്തോട് മഴ വർഷിക്കുന്നതിന് വേണ്ടി പറയും, അപ്പോൾ ആകാശത്തിൽ നിന്നും മഴ വർഷിക്കുമെന്നുള്ളതാണ്. അങ്ങനെയുള്ള ശക്തി പോലും കഴിവ് പോലും ദജ്ജാലിന് ഉണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടയാളമായി പറഞ്ഞിട്ടുണ്ട്. അതേപോലെ വേറൊരു അടയാളം പറയുന്നത്, വയഅ്മുറുൽ അർള ഫതംബതു. ഭൂമിയോട് മുളപ്പിക്കുക എന്ന് പറയുമ്പോൾ, സസ്യലതാദികളെ മുളപ്പിക്കുക എന്ന് പറയുമ്പോൾ ഭൂമിയിൽ നിന്നും അത് മുളച്ചു പൊന്തുന്നു എന്നുള്ളതാണ്. ധാരാളം ഫലവർഗ്ഗങ്ങൾ ഭൂമിയിൽ നിന്നും ദജ്ജാലിൻ്റെ പ്രവർത്തനം മുഖേന ലഭിക്കും എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടയാളമായി പറഞ്ഞിട്ടുണ്ട്. അതേപോലെ വേറൊരു അടയാളം പറയുന്നത്, യഖൂലു ദജ്ജാൽ അറൈതും ഇൻ ഖതൽതു ഹാദാ സുമ്മ അഹ്യൈതുഹു ഹൽ തുശക്കൂന ഫിൽ അംരി ഫയഖൂലൂന ലാ ഫയഖ്തുലുഹു സുമ്മ യുഹീഹി. അതായത് ദജ്ജാൽ പറയും, ഞാനൊരാളെ വധിച്ചു കഴിഞ്ഞാൽ വധിക്കുകയും പിന്നീട് അവനെ ജീവിപ്പിക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ സംശയിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ആളുകൾ പറയുന്നില്ല, ദജ്ജാൽ ഉടനെ തന്നെ ഒരാളെ വധിക്കുന്നു, പിന്നീട് അവന് ജീവൻ നൽകുകയും ചെയ്യുന്നു എന്നുള്ളതും ഹദീസിൽ വന്നിട്ടുണ്ട്. ഇങ്ങനെ ധാരാളം അടയാളങ്ങൾ ദജ്ജാലിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ പറഞ്ഞു. ഒരു ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുണ്ടായി, വഇന്ന മാഅഹു മാഅൻ വനാറൻ ഫഅമ്മല്ലദീന യറാഹുന്നാസു മാഅൻ ഫനാറു തുഹ്രിക്. അതായത് ഈ ജനങ്ങൾ ദജ്ജാൽ പുറപ്പെടുമ്പോഴത്തേക്ക് അവനോടൊന്നിച്ച് വെള്ളവും തീയും ഉണ്ടാകുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുണ്ടായി. അതുപോലെ തന്നെ പറഞ്ഞു, ജനങ്ങൾ വെള്ളമായി കാണുന്നത് യഥാർത്ഥത്തിൽ ദഹിപ്പിക്കുന്ന തീയായിരിക്കും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. പിന്നെ ഈ ദജ്ജാലിനെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്ക് അതുപോലെ തന്നെ വേറൊരു കാര്യം പറഞ്ഞത്, വളരെ വ്യക്തമായും വലിയൊരു അടയാളം, എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയ ഒരു അടയാളം പറഞ്ഞത്, വയഖ്റുജു ദജ്ജാലു അലാ ഹിമാരിൻ അഖ്മർ മാ ബൈന ഉദ്നൈഹി സബഊന ബാൻ. ദജ്ജാൽ പുറപ്പെടുന്ന അവൻ്റെ കഴുത, അവൻ ഏതൊരു കഴുതയുമായിട്ട് വരുന്നുവോ ആ കഴുതയുടെ 2 ചെവികൾക്കിടയിലുള്ള ദൂരം 70 വാരം അകലമുണ്ടായിരിക്കും. അങ്ങനെയുള്ള ഒരു കഴുതയുമായിട്ടാണ് ദജ്ജാൽ രംഗപ്രവേശനം ചെയ്യുക. അതുപോലെ തന്നെ ഇന്നമാഹു ജബൽ ഖുബ്സിൻ വനഹറുമായിൻ. ദജ്ജാലിൻ്റെ കൂടെ അപ്പത്തിൻ്റെയും നദിയുടെയും, അപ്പത്തിൻ്റെ മലയും അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ നദിയും ദജ്ജാലിൻ്റെ കൂടെ ഉണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും ദജ്ജാൽ രംഗപ്രവേശനം ചെയ്യുക. മാത്രമല്ല വേറൊന്ന് പറഞ്ഞ്, ഈ ദജ്ജാലിനെ വധിക്കാൻ വേണ്ടി ഈസാ ഇബ്നു മറിയമാണ് വരിക. എന്നിട്ട് ദജ്ജാലിനെ വധിക്കുന്ന സ്ഥലം പറയുന്നത് ഫയത്തുലുബുഹു ഹത്താ യുദ്രിക്കുഹു ബിബാബിൽ ലുദ്ദ ഫയഖ്തുലുഹു. അങ്ങനെ ദജ്ജാലിനെ ഈസാ ഇബ്നു മറിയം പിന്തുടരുകയും അന്വേഷിച്ചുകൊണ്ട് പുറപ്പെടുകയും ബാബുൽ ലുദ്ദിൽ വെച്ചിട്ട് ദജ്ജാലിനെ വധിക്കുകയും ചെയ്യുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദജ്ജാലിനെ തിരിച്ചറിയുന്നതിനുള്ള അടയാളമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഒറ്റക്കണ്ണനായ ദജ്ജാലിനെ സംബന്ധിച്ച് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. അത് ഏത് കണ്ണായിരിക്കും കാഴ്ച ഇല്ലാതിരിക്കുക? അതിനെ സംബന്ധിച്ച് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ? അത് ദജ്ജാലിൻ്റെ ഇടത് കണ്ണിന് കാഴ്ച കുറവായിരിക്കും, വലത് കണ്ണിന് കാഴ്ച കുറവായിരിക്കും, അവൻ്റെ ഇടത് കണ്ണിനാണ് കാഴ്ച കൂടുതലുണ്ട്. മാത്രമല്ല എത്രമാത്രം അതിന് കാഴ്ച ശക്തി ഉണ്ടെന്ന് പറഞ്ഞാൽ അതൊരു വികൃതമായ രൂപത്തിൽ അതിൻ്റെ കാഴ്ച തന്നെ, ഇടത് കണ്ണിൻ്റെ കാഴ്ച വളരെ കൂടുതലായിരിക്കുമെന്നും പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ വലത് കണ്ണിനെ സംബന്ധിച്ചിടത്തോളം ആത്മീയമായ വിഷയങ്ങളിൽ അവർക്ക് അത്ര വലിയ താല്പര്യമുണ്ടാവുകയില്ല. നേരെ മറിച്ച് ഭൗതികമായ ചിന്താഗതികളിൽ അവർ വളരെ തീക്ഷ്ണയുള്ളവരായിരിക്കും എന്ന രീതിയിൽ നമുക്കതിനെ കണ്ടുകൂടെ?